പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനൊരുങ്ങി കേരള കോൺഗ്രസ് കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. NDAയുടെ ഭാഗമാകുമെന്ന് സൂചന. കോട്ടയത്ത് കേരള കോൺഗ്രസ് നേതൃയോഗം എന്ന പേരിലാണ് സജി മഞ്ഞക്കടമ്പിൽ അനുകൂലികൾ യോഗം ചേരുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, സജി എങ്ങോട്ടേക്കാണ്? സജി മഞ്ഞക്കടമ്പിൽ UDF നിന്നും രാജിവെച്ചത്. അദ്ദേഹം ജില്ലാ ചെയർമാൻ സ്ഥാനം, കേരള കോൺഗ്രസിന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചിരുന്നു. അതിനുശേഷം എങ്ങോട്ട് എന്നുള്ള തീരുമാനത്തിൽ ഒരു വ്യക്തത അദ്ദേഹം നൽകിയില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് കേരള കോൺഗ്രസ് നേതൃയോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. എന്തായാലും സജ്ജന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രഖ്യാപനം ഉടനുണ്ടാവും. നേതൃയോഗം ചേർന്നതിന് ശേഷം നമ്മുടെ ആളുകളുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. NDAയിലേക്ക് എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. ഇല്ല, അതിനെ സംബന്ധിച്ച് നമ്മളെ യോഗം ആരംഭിക്കുന്നുള്ളൂ. ആരംഭിച്ചതിന് ശേഷം ചർച്ചകൾക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. UDFിലേക്ക് ഇനി ഇല്ല എന്ന് പറയുന്നു. പിന്നെയുള്ള രണ്ട് ഓപ്ഷൻ LDFും NDAയും ആണ്. UDF ഞാൻ വിട്ടതാണല്ലോ, കാരണവും നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. ഇനിയിപ്പോൾ എല്ലാ തരത്തിലേക്കൊരു ചിന്ത നിലവിലില്ല. സ്ഥാനാർത്ഥി ആരെല്ലാം ഇവിടെ വരും? സ്ഥാനാർത്ഥി ഞങ്ങൾ പ്രഖ്യാപനത്തിന് ശേഷം ചിലപ്പോൾ അറിയില്ല, താല്പര്യമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികൾ വേണ്ട സ്ഥാനാർത്ഥികൾ വരും. എന്തായാലും അതാണ് കേരള കോൺഗ്രസ് നേതൃയോഗം എന്നൊരു ബോർഡ് വെച്ചാണ് ആളുകളെ ഇവിടെ കൂട്ടിയിരിക്കുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. ആ മീറ്റിംഗിന് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സജി പറഞ്ഞിരിക്കുന്നത്. NDAയിലേക്ക് എന്ന് തന്നെയുള്ള സൂചനയാണ്. സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിയേക്കുമെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കേരള കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള PC തോമസ് അടക്കം NDAയുടെ ഭാഗമായിട്ടിരുന്നു. അതിനുശേഷം PC തോമസ് മാറിയതിനു ശേഷം മറ്റൊരു കേരള കോൺഗ്രസ് പാർട്ടി ഘടകകക്ഷിയായിട്ട് BJPക്കൊപ്പം NDAയ്ക്കൊപ്പം ഇല്ലായിരുന്നു. എന്തായാലും സജി അങ്ങോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും തീരുമാനം അല്പസമയത്ത് അകം ഉണ്ടാകും. കടുത്ത വിയോജിപ്പ്, അത് മോൻസ് ജോസഫിന്റെ നിലപാടിലുള്ള കടുത്ത വിയോജിപ്പിൽ പ്രതിഷേധിച്ച് തന്നെയാണ് സജി മഞ്ഞക്കടമ്പിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അദ്ദേഹത്തിനൊപ്പം ആരുമില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ഈ നേതാക്കളൊക്കെ, UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കാണാം, ഏകദേശം 100-ലധികം ആളുകൾ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുണ്ട്. ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള ആളുകളാണെന്നാണ് സജി പറയുന്നത്. എന്തായാലും അവരുടെ പ്രഖ്യാപനം, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. വേണു, ടോബി, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഓരോ വോട്ടും പ്രധാനമാണ്. അത് ഇരു പ്രധാന മുന്നണികൾക്കും അറിയുന്നതുമാണ്. ഇപ്പോൾ ജോസ് കെ മാണി സജിയെ പറ്റി അനുകൂലമായ പ്രതികരണം സജി രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ നടത്തിയിരുന്നു. LDF സജിയെ സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയില്ലേ? ജോണി നെല്ലൂരിന് കൈപൊള്ളി NDAയിലേക്ക് തന്നെ സജി പോകുന്നത് എന്തു മുന്നിൽ കണ്ട്? ജോസ് കെ മാണി വിഭാഗം ചർച്ചകൾ നടത്തിയിരുന്നു. നമ്മൾ വേണു സൂചിപ്പിച്ച പോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ ജോസ് കെ മാണി തന്നെ സജി മഞ്ഞക്കടമ്പിലിനെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അക്കോമഡേഷൻ നടത്തും, അല്ലെങ്കിൽ സജിയെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, അതിന്റെ ഒരു പ്ലോട്ട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. സജിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒരു MLA ആകുക, അല്ലെങ്കിൽ MLA സീറ്റിൽ പലതവണ കേരള കോൺഗ്രസ് മാണി വിഭാഗവും അതുപോലെ തന്നെ ജോസഫ് വിഭാഗവും അദ്ദേഹത്തെ തഴഞ്ഞിരുന്നു. അങ്ങനെ ഒരു സ്പേസ്, ഏതാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു സ്പേസ് എന്നുള്ളതിൽ ഒരു ചർച്ച, അത് വിജയം കണ്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ BJPയിലാണെങ്കിൽ ഇനി അവസരമുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ അവർക്ക് കേരള കോൺഗ്രസിന്റെ ഒരു നേതാവെന്ന് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സജിയെ സംബന്ധിച്ചിടത്തോളവും ഒരു സീറ്റ് ചോദിച്ചു വാങ്ങാനുള്ള ഒരു സാഹചര്യം ഇതോടുകൂടി, ഒരു സീറ്റ് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇതോടുകൂടി, നിയമസഭാ സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യവും ഇതോടുകൂടി ഉയർന്നു വരും. അതുകൊണ്ട് തന്നെയാണ് BJPയിലേക്ക് എന്നുള്ള ഒരു, അല്ലെങ്കിൽ NDAയിലേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നുള്ള വിവരമാണ്. ജോസ് കെ മാണി അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ചില നേതാക്കൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് അങ്ങനെ ഉണ്ടായാൽ അത് LDFന് അതൊരു വലിയ തിരിച്ചടിയാകുമെന്നൊരു തീരുമാനം, ഒരു വിലയിരുത്തൽ LDFനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ സജി ഒരു നിലപാട് പറയട്ടെ, അതായത് LDFിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം തുറന്ന് പറയുകയാണെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നായിരുന്നു LDFിന്റെ ഒരു നിലപാട്. എന്തായാലും കുടുംബാംഗങ്ങളോടും അടുത്ത സുഹൃത്തുക്കളോടും ആലോചിച്ചിട്ടാണ് പുതിയൊരു പാർട്ടി, എന്തായാലും ഏത് മുന്നണിയിലേക്ക് എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഈ മീറ്റിംഗിന് അവസാനമേ പറയുകയുള്ളൂ. പക്ഷേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് പുതിയൊരു കേരള കോൺഗ്രസിന്റെ ഒരു തുടക്കം കുറിക്കാൻ തന്നെയാണ് സജി മഞ്ഞക്കടമ്പിലും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആ കേരള കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് NDAയിലേക്ക് എന്നുള്ള സൂചനകൾ വരുമ്പോൾ പോലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഈ മീറ്റിംഗിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.